Hello everyone, welcome back to Xylem. വെൽക്കം ബാക്ക് ടു ദ വേൾഡ് ഓഫ് ഇംഗ്ലീഷ്. നിങ്ങളുടെ സ്വന്തം നാച്ചു സാറാണ്. എനിക്കറിയാം നിങ്ങളെല്ലാവരും നിങ്ങളുടെ കോർ സബ്ജക്റ്റുകളൊക്കെ പഠിച്ച് ഗംഭീരമായിട്ടിരിക്കുകയാണ്. എന്നാൽ അതിനിടയ്ക്ക് നിങ്ങൾ മിസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സബ്ജക്റ്റാണ് 80 മാർക്കിൻ്റെ ഇംഗ്ലീഷ് എക്സാം. നോക്കൂ, എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ഒരു സ്മാർട്ട് വർക്കാണ്. അതായത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഉറപ്പായിട്ടും വായിക്കണം. നിങ്ങൾക്കറിയാം ഓണപരീക്ഷയിൽ ആദ്യത്തെ 2 യൂണിറ്റിലെ 7 ചാപ്റ്റേഴ്സാണ് വരിക, പ്ലസ് ഗ്രാമർ വരും. സോ എങ്ങനെയാണ് ഈ ചോദ്യങ്ങൾ വരിക, ഏത് രീതിയിലാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യങ്ങൾ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പഠിത്തം എന്നുള്ള പ്രോസസ്സ് കുറച്ചുകൂടി എളുപ്പമാവും. സോ കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് ആ പ്രോസസ്സ് ചെയ്യാൻ എത്ര എളുപ്പമാക്കിയോ അത്രമേൽ എളുപ്പമാക്കാൻ തന്നെ വേണ്ടിയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത്. സോ നമുക്കറിയാം +1 ഗ്രാമർ ടോപ്പിക്സ് ഉണ്ട്. എന്നാൽ നമ്മൾ 10ാം ക്ലാസ്സിൽ പറയുന്ന പോലെ ഒരു ഓർഡറിലല്ല ഇത് ചോദിക്കുക. നമുക്കറിയാം 10ാം ക്ലാസ്സിൽ ഒരു 30ാമത്തെ ചോദ്യം മുതൽ റിപ്പോർട്ടഡ് സ്പീച്ച്, ഫ്രേസൽ വെർബ്സ്, എഡിറ്റിംഗ്, പ്രപ്പോസിഷൻസ്, നൗൺ ഫ്രേസ് ആൻഡ് വെർബ് ഫ്രേസ്, കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ, ഈ പാറ്റേണിലാണ് ചോദിക്കുക. എന്നാൽ +1 എത്തുന്ന സമയത്ത് എല്ലാ ടോപ്പിക്സും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. എന്നാൽ ചില ടോപ്പിക്സ് കോംപ്ലിക്കേറ്റഡ് ആവുന്ന കൂടെ ഉണ്ട്. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് +1 ഗ്രാമർ ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 1, എഡിറ്റിംഗ്. +1 ഇംഗ്ലീഷ് എക്സാമിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എഡിറ്റിംഗ് ആണ്. 10ാം ക്ലാസ്സിൽ ഈ എഡിറ്റിംഗ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു, പക്ഷേ അവിടെ യു ഹാവ് ആൻ അഡ്വാൻറ്റേജ്. കാരണം നിങ്ങൾക്ക് എന്താണോ എഡിറ്റ് ചെയ്യേണ്ടത്, ഏത് വേർഡാണോ ഫ്രേസ് ആണോ എഡിറ്റ് ചെയ്യേണ്ടത്, അത് കൃത്യമായി ബോൾഡ് ചെയ്തോ അണ്ടർലൈൻ ചെയ്തോ തരും. സോ ദാറ്റ് യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അവിടെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കറക്ഷൻ വരുത്തേണ്ടത്. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി +1 എക്സാം എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് എഡിറ്റിങ്ങിൽ എവിടെയാണ് എഡിറ്റ് ചെയ്യേണ്ടത് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. ഇങ്ങനെയാണ് നിങ്ങളുടെ എക്സാമിൽ ചോദ്യം വരിക, എഡിറ്റ് ദ ഫോളോയിങ് പാസേജ്. അപ്പം നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ആ ക്വസ്റ്റൻ എത്ര മാർക്കാണ് എന്ന് നോക്കുക. ഫോർ എക്സാമ്പിൾ ഇവിടെ 4 മാർക്കിൻ്റെ ചോദ്യമാണ്. സോ ദാറ്റ് യു കൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദർ ആർ 4 മിസ്റ്റേക്സ്. ഓക്കെ, സോ 4 മിസ്റ്റേക്സ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം, എന്നിട്ട് അത് എഡിറ്റ് ചെയ്യണം. ഞാനത് വേഗത്തിലൊന്ന് പറയാം. നോക്കൂ എന്തൊക്കെയാണ് ഇതിലെ മിസ്റ്റേക്ക് എന്ന്. വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ പറയുക. ആൻഡ് വീഡിയോ ലൈക്ക് ചെയ്യാൻ ബാക്കിയുള്ള ആൾക്കാർ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. മാക്സിമം ആളുകളിലേക്ക് വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്യും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. റൈറ്റ്, താങ്ക് യു. നോക്കൂ, ദ യങ് സീഗൾ വാസ് നോട്ട് കോൺഫിഡൻറ്റ് ടു ഫ്ലൈയിങ്. ദ യങ് സീഗൾ, സീഗളിൻ്റെ സ്പെല്ലിങ്ങിന് മിസ്റ്റേക്ക് ഒന്നുമില്ല, വാസ് കോൺഫിഡൻറ്റ് ടു ഫ്ലൈയിങ്. നമ്മൾ 10ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. എന്താണ് ആ റൂൾ? ആ റൂളിൻ്റെ പേര് 2 + bare infinitive എന്നാണ്. അതായത് 2 കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ വേർബിൻ്റെ ബേസ് ഫോം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. എന്നാൽ ഫ്ലൈയിങ്ങിൻ്റെ ബേസ് ഫോം എന്തല്ല, ഫ്ലൈയിങ് അല്ല, അതെന്താണ്, ഫ്ലൈ ആണ്. സോ 1ാമത്തെ മിസ്റ്റേക്ക് നമ്മൾ കറക്റ്റ് ചെയ്തു, ടു ഫ്ലൈ. ഇനി മുന്നോട്ട് വായിച്ചു നോക്കി. ഇറ്റ് ഈസ് ഹിസ് മദർ ഹു helped him. It is his mother who helped him. അവിടെ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ തൊട്ട് മുമ്പത്തെ സെൻറ്റൻസ് നോക്കിയേ. ആ സെൻറ്റൻസ് എന്തിലാണ് കിടക്കുന്നത്, പാസ്റ്റ് ടെൻസിലാണ് കിടക്കുന്നത്. വാസ്, ഈസും ആമും ആറും പ്രസൻ്റ് ആണ്, വാസും വേറും പാസ്റ്റ് ആണ് നമുക്കറിയാം. അപ്പോൾ ഇത് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ ഇതും പാസ്റ്റ് ടെൻസിലായിരിക്കണം. അപ്പോൾ ഇവിടെ ഈസ് എന്നുള്ളത് മാറ്റിയിട്ട് എന്താക്കണം, വാസ് എന്നാക്കണം. സോ 2 മാർക്ക് നമുക്ക് കിട്ടി. സോ ഇറ്റ് വാസ് ഹിസ് മദർ ഹു helped him at least. നമുക്കറിയാമല്ലോ, നമ്മൾ 5ാം ക്ലാസ്സിലെ കുട്ടിയൊന്നും അല്ലല്ലോ, 4ാം ക്ലാസ്സിലെ കുട്ടിയൊന്നും അല്ലല്ലോ. അറ്റ് ലീസ്റ്റ് എന്നുള്ളതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. സോ നമുക്ക് വേണ്ട വേർഡ് ഏതാണ്, അറ്റ് ലാസ്റ്റ്, അവസാനം എന്നാണ്. ആഫ്റ്റർ മേക്ക് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ഹി റിയലൈസ്ഡ് ഹിസ് സ്ട്രെങ്ത്. നിങ്ങളിവിടെ റിയലൈസ്ഡ് സ്പെല്ലിംഗ് Z ആണ് എന്ന് ആലോചിക്കുന്നത്. ബ്രിട്ടീഷ് അമേരിക്കൻ സ്പെല്ലിംഗ് ഡിഫറൻസ് ആണ്. പക്ഷേ അവിടെ അതിലും വലിയൊരു പ്രശ്നമുണ്ട്. എന്താണത്, ആഫ്റ്റർ മേക്ക് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് അല്ല, ഒരു കാര്യം ചെയ്തതിന് ശേഷം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ING ഫോമാണ് ഉപയോഗിക്കേണ്ടത്. സോ ആഫ്റ്റർ മേക്ക് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് അല്ല, മേക്കിംഗ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ്. സർ, എന്താണ് ഇതിനൊരു സൊല്യൂഷൻ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഞങ്ങൾക്ക് സക്സസ്ഫുള്ളി അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുക? ദ സൊല്യൂഷൻ is very simple. You have to practice as many questions as possible. That is the only solution. Okay, so ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, പബ്ലിക് ലൈവിലും കോണ്ടന്റ് വീഡിയോസിലൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് മാക്സിമം എനിക്ക് തന്നാൽ മതി. ബാക്കി നാച്ചു സാർ ഏറ്റു. സോ ഒരു ചോദ്യം കൂടെ നോക്കി നിങ്ങൾ. എഗെയിൻ 4 മാർക്കിൻ്റെ ചോദ്യമാണ്. നമുക്ക് നോക്കാം, ഇതിൽ 4 മിസ്റ്റേക്സ് ഉണ്ടാവും അല്ലേ. സോ ഓൺ 1959. സോ നിങ്ങൾക്ക് കണ്ണും പൂട്ടി പറയാം, ഇവിടെ ഇയർ മാത്രമേ തന്നിട്ടുള്ളൂ. സോ ഇയറിന് മുമ്പ് നിങ്ങൾ ഉപയോഗിക്കേണ്ട പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് ഇന്നാണ്. അവിടെ ഫുൾ ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൺ ഉപയോഗിച്ചേനെ. ഇൻ ദ ഏജ് ഓഫ് 17, അവിടെയും പ്രശ്നമുണ്ട്. ഇൻ ദ ഏജ് ഓഫ് 17 എന്ന് പറയില്ല, അറ്റ് ദ ഏജ് ഓഫ് 17 പറയുള്ളൂ. സോ നമ്മൾ 2-3 വേർഡ് വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് 2 മാർക്ക് കിട്ടി. ഏജ് ഓഫ് 17, ഇൻ ദ ഏജ് ഓഫ് 17. ഓക്കെ, അവിടെ കുഴപ്പമൊന്നുമില്ല. അത് മാറ്റി നമ്മൾ അറ്റ് ദ ഏജ് ഓഫ് 17 ആക്കി, അവിടെ മിസ്റ്റേക്ക് ഒന്നുമില്ല. ഹോക്കിംഗ്, സ്റ്റീഫൻ ഹോക്കിംഗ്. നിങ്ങളെ ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ് എന്ന് പറഞ്ഞ 3ാമത്തെ ചാപ്റ്ററിൽ നിന്നാണ് ചോദ്യം വരുന്നത്. ഹോക്കിംഗ് വെൻ ടു ഓക്സ്ഫോർഡ് ടു സ്റ്റഡി നാച്ചുറൽ സയൻസ്. കുഴപ്പമൊന്നുമില്ലല്ലോ. ഹോക്കിംഗ് വെൻറ്റ് ടു ഓക്സ്ഫോർഡ് ടു സ്റ്റഡി നാച്ചുറൽ സയൻസ്, കുഴപ്പമൊന്നുമില്ല. ആൻഡ്
ടു സ്പെഷ്യലൈസ് ഓൺ ഫിസിക്സ്. ഫിസിക്സിൽ സ്പെഷ്യലൈസ് ചെയ്യണം എന്ന് പറയണമെങ്കിൽ ഓൺ ഫിസിക്സ് എന്നല്ല പറയേണ്ടത്, എന്താ പറയേണ്ടത്? ഇൻ ഫിസിക്സ് എന്നാണ് പറയേണ്ടത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത് സാർ ഇവിടെ നാച്ചുറൽ സയൻസിൻ്റെ N ക്യാപിറ്റൽ ആവണേ? വേണ്ട, അതൊരു പെർട്ടിക്കുലർ സബ്ജക്റ്റ് അല്ലോ, ഫിസിക്സ് കെമിസ്ട്രി പോലെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ബോധേണ്ട ആവശ്യമില്ല. ഹി ജോയിൻഡ് യൂണിവേഴ്സിറ്റി കോളേജ് ഇൻ ഓക്സ്ഫോർഡ് ആൻഡ് ടുക്ക് ഹിസ് ഡിഗ്രി. അവിടെ എന്താണ് മിസ്റ്റേക്ക്? ഒരു മിസ്റ്റേക്ക് കൂടെ വേണം ഉറപ്പായിട്ടും. ഇവിടെ ഇന്നല്ല വേണ്ടത്, എന്താ വേണ്ടത്? അറ്റ് ഓക്സ്ഫോർഡാണ് വേണ്ടത്. സോ ഇങ്ങനെയാണ് എഡിറ്റിംഗ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഇതൊരു ഡെമോൺസ്ട്രേഷൻ മാത്രമാണ്, നമ്മളിത് പഠിപ്പിക്കലല്ല. ഇങ്ങനെയൊക്കെയാണ് വരിക എന്ന് നേരത്തെ എക്സാമിന് മുമ്പ് നമുക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടായിരിക്കണം, റൈറ്റ്? സോ +1 ചോദിക്കുന്ന മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇഫ് ക്ലോസ്, ഫോർ എ വെരി സ്പെസിഫിക് റീസൺ. കാരണം നിങ്ങളുടെ 1ാമത്തെ യൂണിറ്റിലെ 4ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ഇഫ് എന്നാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പോയം റിട്ടൺ ബൈ റഡ്യാർഡ് കിപ്ലിംഗ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇഫ് ക്ലോസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരും. സോ ഇഫ് ക്ലോസ് എന്താണ് എന്ന് ഇൻ കേസ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ മനസ്സിലാക്കി വെക്കുക. ഇഫ് ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടീഷനും ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലുള്ള റിസൾട്ടുമാണ്. ഫോർ എക്സാമ്പിൾ, ഇഫ് ഇറ്റ് റെയിൻസ് വി വിൽ ക്യാൻസൽ ദ മാച്ച് എന്ന് പറഞ്ഞാൽ മഴ പെയ്താൽ, ദാറ്റ് ഈസ് എ കണ്ടീഷൻ. വി വിൽ ക്യാൻസൽ ദ മാച്ച്, അത് അതിൻ്റെ റിസൾട്ടാണ്. ഇത് നടന്നാൽ ഇങ്ങനെയായിരിക്കും നടക്കാൻ പോവുക എന്ന് നമ്മൾ പറയുന്നു. സോ ഒരു കണ്ടീഷണൽ സെൻറ്റൻസ്, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇഫ് ക്ലോസ്. 2 പാർട്ട് ഉണ്ട്. ഏതൊക്കെ പാർട്ടാണുള്ളത്? 1ാമത്തെ പാർട്ടിനെ നമ്മൾ ഇഫ് ക്ലോസ് എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ, ഇഫ് ഇറ്റ് റെയിൻസ് ടുമോറോ, നാളെ മഴ പെയ്താൽ. സോ അവിടെ ഇഫ് ഉൾപ്പെടുന്ന ഈ ക്ലോസിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇഫ് ക്ലോസ് എന്ന് വിളിക്കാം. 2ാമത്തെ ക്ലോസിൻ്റെ പേര് മെയിൻ ക്ലോസ് എന്നാണ്. എന്താണ്? മെയിൻ ക്ലോസ് എന്നാണ്. വി വിൽ നോട്ട് കം, ഞങ്ങൾ വരില്ല. സോ ഇത് കണ്ടീഷനാണ്, ഇത് റിസൾട്ടാണ്, അല്ലെങ്കിൽ ഇത് ഇഫ് ക്ലോസ് ആണ്, ഇത് മെയിൻ ക്ലോസ് ആണ്. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇത് നിങ്ങൾ ഇഫ് ക്ലോസിനെ കുറിച്ച് ആകെ ഓർമ്മിച്ച് വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കുഞ്ഞു ബോക്സ് ആണ്. 10ാം ക്ലാസ്സിൽ നമ്മളിത് സമയമെടുത്ത് കൃത്യമായി പഠിച്ചതാണ്. എന്നാലും ഞാനതൊരു ക്വിക്ക് റിവിഷന് വിധേയമാക്കുകയാണ്. സോ നമ്മൾ പറഞ്ഞു ഒരു കണ്ടീഷണൽ സെൻറ്റൻസിന് 2 പാർട്ട് ഉണ്ട്. എന്തൊക്കെയാണത്? ഇഫ് ക്ലോസും ഉണ്ട്, പിന്നെന്തുകൊണ്ടടാ? മെയിൻ ക്ലോസും ഉണ്ട്. എന്തുണ്ട്? മെയിൻ ക്ലോസ് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ഇഫ് ക്ലോസിൽ വരുന്നത് V1 ആണോ V2 ആണോ ഹാഡ് പ്ലസ് V3 ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യൽ മാത്രമാണ്. എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു മെയിൻ ക്ലോസ് കൂടി എഴുതണം. അത്രേ ഉള്ളൂ. അതായത് ഈ V1 ആണ് നിങ്ങളുടെ ഇഫ് ക്ലോസിൽ വന്നതെങ്കിൽ മെയിൻ ക്ലോസിൽ നിങ്ങൾ എന്ത് എഴുതണം? വിൽ പ്ലസ് V1 വെച്ച് അനുയോജ്യമായ ഒരു സെൻറ്റൻസ് എഴുതണം. ഫോർ എക്സാമ്പിൾ, if you reach early in the bus stop, അതാണ് എൻ്റെ ഇഫ് ക്ലോസ് എന്ന് വിചാരിക്കൂ. അവിടെ റീച്ച് അല്ലേ വേർബ്? റീച്ച് എന്താ? V1 ആണ്. സോ V1 വന്നാൽ അപ്പുറത്ത് എന്ത് വേണം? മെയിൻ ക്ലോസിൽ എന്ത് വേണം? വിൽ പ്ലസ് V1 വേണം. സോ ഇഫ് യു റീച്ച് ഏർലി ഇൻ ദ ബസ് സ്റ്റോപ്പ് യു ക്യാൻ ഡ്രിങ്ക് എ ടീ. പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് അപ്രോപ്രിയേറ്റ് ആണോ? അല്ല, ബസ് സ്റ്റോപ്പിൽ വരുന്ന ചായ കുടിക്കാൻ വേണ്ടിയിട്ടല്ലോ. സോ എനിത്തിങ് ദാറ്റ് ഈസ് അപ്രോപ്രിയേറ്റ് വിൽ ഫെച്ച് യു 1 മാർക്ക്. സർ എങ്ങനെയാണ് അപ്രോപ്രിയേറ്റ്നെസ് തീരുമാനിക്കുക? ദാറ്റ്സ് യുവർ ലോജിക്. ദാറ്റ്സ് അപ് ടു യു. ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, സോ ഇഫ് യു റീച്ച് ഏർലി ഇൻ ദ ബസ് സ്റ്റോപ്പ് യു വിൽ ക്യാച്ച് ദ ബസ് or you will get the bus. So V1 ആണെങ്കിൽ will plus V1. V2 ആണെങ്കിലോ? യെസ്, നിങ്ങൾ ഒന്ന് പറഞ്ഞേ. യെസ്, V2 ആണെങ്കിൽ നിങ്ങൾ എന്ത് എഴുതണം? would plus V1 എഴുതണം. ആൻഡ് had plus V3 ആണെങ്കിലോ? had plus V3 ആണെങ്കിലാണ് ശ്രദ്ധിക്കേണ്ടത്. അവിടെ കുറച്ചധികം കാര്യം എഴുതാനുണ്ട്. ഒന്നുമില്ല, would have plus V3. ഇവിടെ ശ്രദ്ധിക്കുക, V1 വന്നാൽ will plus V1 ആണ്. V2 വന്നാലും would plus V1 ആണ്. then had plus V3 വന്നാൽ would have plus V3. സോ ഇഫ് ക്ലോസിൻ്റെ കളിയിൽ മെയിൻ ക്ലോസിൽ എന്ത് വരുന്നില്ല? V2 വരുന്നില്ല എന്നൊന്ന് ഓർമ്മിച്ച് വെക്കാം. സോ നമുക്ക് വരുന്ന ചോദ്യങ്ങൾ സിമ്പിളായിട്ട് നോക്കി. 2022 ആനുവൽ എക്സാമിന് ഇങ്ങനൊരു ചോദ്യം ചോദിച്ചു. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. പക്ഷേ 2ാമത്തെ ചോദ്യം നിങ്ങൾ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾ +1 കുട്ടികളാണ്. യു ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് ദിസ് പെർട്ടിക്കുലർ കോൺസെപ്റ്റ് ഇൻ യുവർ പ്രീവിയസ് ക്ലാസ്സസ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നോക്കൂ, 1ാമത്തെ ചോദ്യം. ഇഫ് യു വർക്ക് വിത്ത് കോൺഫിഡൻസ്, നിങ്ങൾ കോൺഫിഡൻസോടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തെങ്കിലും അപ്രോപ്രിയേറ്റ് ആൻസർ എഴുതിയാൽ മതി. നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ടത് ഇഫ് യു വർക്ക് വിത്ത് കോൺഫിഡൻസ്. ഇവിടെ V1 ആണുള്ളത്, വേർബ് V1 ആണ്. വേർബ് V1 ആണെങ്കിൽ നിങ്ങളുടെ മെയിൻ ക്ലോസിൽ എന്ത് വേണം? വിൽ പ്ലസ് V1 വേണം. സോ ദിസ് ഈസ് ലൈക്ക് എ ഗെയിം. ഗ്രാമർ ഹാസ് നത്തിങ് ടു ഡു വിത്ത് ലിറ്ററേച്ചർ. ഇറ്റ് ഹാസ് എവറിത്തിങ് ടു ഡു വിത്ത് യുവർ മണ്ട. ഓക്കെ, സോ ദിസ് ഈസ് എ ഗെയിം. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളിവിടെ വിൽ പ്ലസ് V1 ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സെൻറ്റൻസ്, അപ്രോപ്രിയേറ്റ് സെൻറ്റൻസ് എഴുതുന്നു. ഇഫ് യു വർക്ക് വിത്ത് കോൺഫിഡൻസ് you will
പാസ് ദ എക്സാം. ഇങ്ങനെ തന്നെ ആവണമെന്നില്ല. യു വിൽ ഗെറ്റ് എ ഗുഡ് ജോബ്, യു വിൽ ക്ലിയർ ദ ഇൻ്റർവ്യൂ. ഓക്കെ, എന്തും ഓക്കെ, വിൽ പ്ലസ് വി വൺ ആയാൽ മതി. അടുത്ത ചോദ്യം നോക്കി നിങ്ങൾ, ഇഫ് ഐ ഹാഡ് വിങ്, ഇഫ് ഐ ഹാഡ് വിങ്. സോ ഇവിടെ നിങ്ങൾ ഹാഡ് കണ്ടിട്ട് ഹാഡ് പ്ലസ് വി ത്രീ ആണെന്ന് പറഞ്ഞ് ചാടിയേക്കരുത്. നല്ല 1-ാം നമ്പർ കുഴിയാണ്, വീഴും നാറും. സോ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഇവിടെ ഞാൻ പറഞ്ഞത് ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് വി ത്രീ വരണം എന്നാണ്. എന്നാൽ ഇവിടെ എന്തേ വന്നിട്ടുള്ളൂടാ? ഇവിടെ ഹാഡേ വന്നിട്ടുള്ളൂ, ഹാഡ് പ്ലസ് വി ത്രീ വന്നിട്ടില്ല. അപ്പം നിങ്ങൾ ഈ വേർഡിനെ ഒന്ന് ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾ ഓക്സിലറി വേർബ് ആണ് എന്നാണ് നിങ്ങളുടെ കോൺസെപ്റ്റ് എങ്കിൽ ദാറ്റ് ഈസ് എ മിസ്റ്റേക്ക്. കാരണം ഒരു വേർബിനെ നിങ്ങൾ ഓക്സിലറി വേർബ് എന്ന് വിളിക്കണമെങ്കിൽ അതിൽ ആര് കൂടെ ഉണ്ടായിരിക്കണം? മെയിൻ വേർബ് കൂടെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ ഹാഡ് എന്തല്ല? ഹാഡ് ഓക്സിലറി വേർബ് അല്ല, ഹാഡ് എന്താണ്? മെയിൻ വേർബാണ്. ഹാഡ് എന്താണ്? മെയിൻ വേർബാണ്. അപ്പം നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ട കാര്യം, ഹാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹാസ് എന്ന് പറഞ്ഞാൽ V1 ആണ്. V1 സിംഗുലർ ആണ്. ഹാവ് എന്ന് പറഞ്ഞാലോ? ഹാവ് എന്ന് പറഞ്ഞാൽ മെയിൻ വേർബാണ് പറയുന്നത്. V1 ആണ്. V1 സിംഗുലർ അല്ല. V1 എന്താണ്? V1 പ്ലൂരലാണ്. ഹാസിൻ്റെയും ഹാവിൻ്റെയും V3 എന്താണ്? ഹാഡ് ആണ്. ഹാഡ് എന്താണ്? ഹാഡ് V2 ആണ്, V3 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി ഇഫ് ക്ലോസിൽ വന്നത് എന്താണ്? V2 ആണ്. V2 വന്നാൽ എന്ത് വേണം ഇവിടെ? വുഡ് പ്ലസ് V1 വേണം. അതാണ് ലോജിക്. സിമ്പിൾ ആസ് ദാറ്റ്. ഇഫ് ഐ ഹാഡ് വിങ്, ഇതൊരു ഇമാജിനറി സിറ്റുവേഷനാണ് പറയുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത്. ഇഫ് ഐ ഹാഡ് വിങ്, എനിക്ക് ചിറകുകൾ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ? ചിറകുകൾ ഉണ്ടായിരുന്നു നമ്മൾ എന്ത് ചെയ്തേനെ? നമ്മൾ പറഞ്ഞേനെ അല്ലേ? സോ ഇഫ് ഓക്കെ ഡൺ. ഇഫ് ഐ ഹാഡ് വിങ് I would fly. I would fly. കാര്യം മനസ്സിലായോ? സോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇഫ് ക്ലോസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? എക്സ്പെക്റ്റ് ചെയ്യണം. ഇനി നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന ഒരു ടോപ്പിക്കാണ്. ഏതാണത്? റിപ്പോർട്ടഡ് സ്പീച്ചാണ്. +1-ലും +2-ലും എന്തുണ്ട്? റിപ്പോർട്ടഡ് സ്പീച്ച് ഉണ്ട്. നമുക്കിത് പഠിക്കാം. നമുക്കിത് കൃത്യമായി നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ച് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് നമ്മൾ കഴിഞ്ഞ വർഷം പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളെ ഞാനത് പഠിപ്പിച്ചിട്ടുണ്ട്. സെയിം പക്ഷെ കുഞ്ഞ് എന്താ പറയുക, കോംപ്ലക്സ് ആവുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെറ്റ്സ് സീ. നോക്കൂ, ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ക്വസ്റ്റ്യൻ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. നിങ്ങൾക്കൊരു ഒരു എക്സ്ചേഞ്ച് തരുന്നു, എന്നിട്ട് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റാൻ വേണ്ടി പറയുന്നു. സോ മാഗി സെഡ് മിസ്റ്റർ ക്ലിഫോർഡ്. എന്താ മാഗി മിസ്റ്റർ ക്ലിഫോർഡിനോട്, മിസ്സസ് ക്ലിഫോർഡിനോട് പറയുന്നത്? ദിസ് ഈസ് ഫ്രം ദ ചാപ്റ്റർ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. നിങ്ങൾക്ക് ഫസ്റ്റ് ടേമിൽ പഠിക്കാനുള്ള ചാപ്റ്റർ അല്ല, പക്ഷേ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഉണ്ട്. നമുക്ക് വേറെ ചോദ്യത്തിലേക്ക് പോകണം. വേണം, നമുക്ക് ഈ ചോദ്യം തന്നെ നോക്കാം. ഇങ്ങനെയാണ് ചോദ്യം +1 വരിക എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഷോ മിസ്റ്റർ ഗുപ്ത ദ റിംഗ്. നോക്കൂ, ഇത് ഒരു കമാൻഡാണ്. നമുക്ക് 10ാം ക്ലാസ്സിൽ സാധാരണ ഇതിൽ WH ക്വസ്റ്റ്യൻ, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ് വരാറ്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരു കമാൻഡിലാണ് തുടങ്ങുന്നത്. പിന്നെയോ ഇതെന്താണ്? ഇതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. സോ തല തിരിച്ചിട്ടൊക്കെയാണ് എക്സ്ചേഞ്ച് വരുന്നത്. എന്തായാലും നമ്മൾ പഠിച്ച റൂള് നമ്മൾ എന്ത് ചെയ്യുക? സ്റ്റിക്ക് ഓൺ ചെയ്യുക. നോക്കൂ, നമ്മൾ ആദ്യം ഇതിന് 2 പാർട്ട് ഉണ്ടല്ലോ, എ പാർട്ടും ബി പാർട്ടും ഉണ്ട്. അപ്പം മാഗി സെഡ് മിസ്സസ് ക്ലിഫോർഡ് വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. ഇത് എളുപ്പമാണ്, നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. മാഗി സെഡ് മിസ്സസ് ക്ലിഫോർഡ്. ഇനിയോ ഒരു കമാൻഡ്, ഓർഡർ അല്ലെങ്കിൽ റിക്വസ്റ്റ്, ഒരു ഇമ്പറേറ്റീവ് സെൻറ്റൻസ് റിപ്പോർട്ട് ചെയ്യാൻ വളരെ സിമ്പിളാണ്. നിങ്ങൾ എന്ത് എഴുതിയാൽ മതി? 2 + V1 എഴുതിയാൽ മതി. എന്ത് എഴുതിയാൽ മതി? 2 + V1. ടു ഷോയുടെ V1 ഷോ തന്നെയാണ്. ടു ഷോ മിസ്റ്റർ ഗുപ്ത ദ റിംഗ്. ടു ഷോ മിസ്റ്റർ ഗുപ്ത ദ റിംഗ്. ഇനി ബി പാർട്ട് നോക്കിയേ. ഗുപ്ത ആസ്ക്ഡ്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം? ഗുപ്ത ആസ്ക്ഡ് ഇൻ റിപ്ലൈ എന്ന് പറയാം, അല്ലെങ്കിൽ ഗുപ്ത ആസ്ക്ഡ്. ഇനി ഇതെന്ത് ക്വസ്റ്റ്യൻ ആണ്? ഇതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ്റെ ലിങ്കിങ് വേർഡ് എന്തായിരിക്കണം? ഇഫ് അല്ലെങ്കിൽ വെദർ. ഇഫ്. ഓക്കെ. ഇനി സബ്ജക്റ്റ്, ലിങ്കിങ് വേർഡ് കഴിഞ്ഞ ഉടനെ സബ്ജക്റ്റ് എഴുതണം. യുവർ ബ്രദർ എന്നാണ് ചോദിക്കുന്നത്. യുവർ, നിൻ്റെ എന്നുള്ളത് അവൻ്റെ എന്നാവും. യുവർ ബ്രദർ എന്നുള്ള ഹിസ് ബ്രദർ എന്നാവും. ഹാസ് സെൻഡ്, ഓക്സിലറി വേർബും മെയിൻ വേർബും വന്നാൽ ഓക്സിലറി വേർബ് മാത്രം മാറ്റുക, ഹാസിനെ ഹാഡിലേക്ക് മാറ്റുക. ഹാഡ് സെൻഡ് യു എന്നുള്ളത് അവന്, സെൻഡ് ഹിം എ റിംഗ്, ഫുൾ സ്റ്റോപ്പ്. ഈ രീതിയിലേക്ക് ആൻസർ മാറും. സോ ഈ രീതിയിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. യെസ്, ഇതും 2022 മോഡൽ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ഫ്രം ദ സെയിം ചാപ്റ്റർ. നമുക്കിതൊന്ന് ആൻസർ ചെയ്ത് നോക്കാം. നോക്കൂ,
ആദ്യം നമ്മൾ ആരോട് ചോദിച്ചു അല്ലെങ്കിൽ പറഞ്ഞു എന്ന് എഴുതുക. ആരോടാണ് ചോദിച്ചത്? മിസ്സിസ് ക്ലിഫോർഡ് ചോദിച്ചതാണ്. ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടല്ലോ. ആസ്ക്ഡ് മിസ്റ്റർ ഗുപ്ത. ഓക്കെ, മിസ്സസ് ക്ലിഫോർഡ് ആസ്ക്ഡ് മിസ്റ്റർ ഗുപ്ത എന്ന് പറയുന്നു. ആരോട് ചോദിച്ചു. ദെൻ ലിങ്കിങ് വേർഡ്, ഇതൊരു യെസ് ഓർ നോ ക്വസ്റ്റൻ ആയതുകൊണ്ട്, ഓക്സിലറി വേർബിൽ സ്റ്റാർട്ട് ചെയ്യുന്ന യെസ് ഓർ നോ ക്വസ്റ്റൻ ആയതുകൊണ്ട് ഇവിടെ ഞാൻ ലിങ്കിങ് വേർഡ് എന്ത് ചേർക്കുന്നു? ഇഫ് ചേർക്കുന്നു. ഇനി സബ്ജക്റ്റ് ആരാണ്? യു ആണ്. യു എന്നുള്ളത് മിസ്റ്റർ ഗുപ്തയാണ്, അപ്പോൾ ഹീ എന്നാവും. ഇനി നോക്കി, ഇവിടെ ഡിഡ് എന്ന് പറഞ്ഞ ഓക്സിലറി വേർബും സി എന്ന് പറഞ്ഞ മെയിൻ വേർബും ഉണ്ട്. നമ്മൾ 10ാം ക്ലാസ്സിൽ കുറേ തലകുത്തി പറഞ്ഞ് പഠിച്ചതാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ എഴുതിയിട്ടുണ്ട്. അതായത് ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഡിഡും ഒരു വേർബും, അതായത് V1 ബേസ് ഫോമും വന്നാൽ നിങ്ങൾ അതിനെ രണ്ടിനെയും കൂടെ ക്ലബ് ചെയ്യണം. അതെന്താ വായിച്ചേ? ഡിഡ് പ്ലസ് സി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഡ് പ്ലസ് സി എന്ന് പറഞ്ഞാൽ സോയാണ്. ഡിഡ് പ്ലസ് സി എന്ന് പറഞ്ഞാൽ എന്താണ്? സോയാണ്. സോ എന്ന് പറഞ്ഞാൽ എന്താ? V2 ആണ്. അപ്പോൾ V2 വന്നാൽ എന്തിലേക്ക് മാറ്റണം? നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുണ്ട്, ഹാഡ് പ്ലസ് V3ലേക്ക് മാറ്റണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ? ഇഫ് ഹീ ഹാഡ് സീൻ that in the crystal. ഇനി എൻ്റെ സെക്കൻഡ് പാർട്ട് എളുപ്പമാണെന്ന് തോന്നുന്നു. നോക്കിയേ, മിസ്റ്റർ ഗുപ്ത റിപ്ലൈഡ്. അവിടെ ഒരു യെസ് കൂടെ ഉണ്ട്. അതിപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? പോസിറ്റീവ്ലി എന്ന് എഴുതുന്നു. പോസിറ്റീവ്ലി. ഇനി ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് ആയതുകൊണ്ട് ലിങ്ക് വേർഡ് എന്താണ്? ദാറ്റ് ആണ്. ഐ ഹാവ് സീൻ ഇറ്റ് എന്നുള്ളത് ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്, പ്രസ്താവനയാണ്. അതിൻ്റെ ലിങ്കിങ് വേർഡ് ദാറ്റ് ആണ്. സോ ദാറ്റ് ഐ എന്നുള്ളത് എന്താവും? ഹീ എന്നാവും. ഹാവ് എന്നുള്ളത് ഹാഡ് എന്നാവും. സീൻ. ഇറ്റിനെ നിങ്ങൾ ഇറ്റായിട്ട് തന്നെ വെച്ചാലും കുഴപ്പമില്ല, ഇനി ദാറ്റ് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. സോ ഇങ്ങനെയാണ് +1 എന്ത് വരുന്നത്? റിപ്പോർട്ടർ സ്പീച്ച് വരുന്നത്. നിങ്ങൾ പേടിക്കേണ്ട, ഞാൻ കൂടെ ഉണ്ടാവും. അങ്ങനെ തന്നെ ആയിരുന്നു. ഓക്കെ, യെസ്. ഇനി നോക്കിയാൽ നിങ്ങൾ മറ്റൊരു ടൈപ്പ് ക്വസ്റ്റൻ. നിങ്ങൾ 10ാം ക്ലാസ്സിൽ വലിയ പരിചയമില്ലാത്ത എന്നാൽ ഏറ്റവും സിമ്പിളായൊരു ചോദ്യമാണ് കൊഹസീവ് ഡിവൈസ് എന്ന് പറഞ്ഞ ചോദ്യം. എന്താണ് കൊഹസീവ് ഡിവൈസ് എന്ന് പറഞ്ഞ ചോദ്യം? എങ്ങനെയാണ് ഈ ചോദ്യം വരിക എന്ന് നോക്കിക്കോളൂ. സിമ്പിളാണ്, ബേസിക്കലി വളരെ സിമ്പിളാണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. നോക്കൂ, fill in the blanks using the appropriate cohesive devices given in the bracket. എന്തൊക്കെയാണ് നമുക്ക് ഓപ്ഷൻസ് ഉള്ളത്? ബിക്കസ് ഉണ്ട്, ഓൾദോ ഉണ്ട്, സഡൻലി ഉണ്ട്. അപ്പോൾ അതിൻ്റെ മീനിങ് ഒന്ന് ആലോചിക്കുക. ബിക്കസ് ഇന്ന കാരണം കൊണ്ട്, ഓൾദോ ഇങ്ങനെയാണെങ്കിലും, സഡൻലി പെട്ടെന്ന്. നോക്കൂ, ഡാഷ് ദ ഫിഷർമാൻ ലീഡ് ഫ്രം ദ കനോയ് ആൻഡ് സീസ്ഡ് ദ 2 women ആൻഡ് സെറ്റ് ഓഫ് ഇൻ ഗ്രേറ്റ് ഹേസ്റ്റ് ഫോർ ഹോം. ഇത് നിങ്ങൾക്ക് ഫസ്റ്റ് ടേമിൽ പഠിക്കാനുള്ള ചാപ്റ്റർ അല്ല, ഇറ്റ് ഡസൻറ്റ് മാറ്റർ. പക്ഷെ നിങ്ങൾക്ക് ഇതിന് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഫസ്റ്റ് ടേമിൽ വരും. നോക്കി, എങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ ചെയ്യേണ്ടത്? പെട്ടെന്ന് അല്ലേ? അവിടെ വരേണ്ട കൊഹസീവ് ഡിവൈസ് ഏതാണ്? സഡൻലി ആണ്. ഇനി നോക്കൂ, സെറ്റ് ഓഫ് ഇൻ ദ ഗ്രേറ്റ് ഹേസ്റ്റ് ഫോർ ഹോം. ഡാഷ് ദ വിമൻ പ്ലീഡഡ് ഫോർ ദ ലൈഫ്സ്. ദ ക്രൂവൽ വാരിയേഴ്സ് ഫ്രം നബുക്കാവ് ഡിഡ് നോട്ട് ലിസൺ ടു ദ എൻട്രിറ്റീസ്. എന്തായിരിക്കും അവിടെ വരുന്നത്? കരഞ്ഞെങ്കിലും എന്നല്ലേ വരേണ്ടത്. സോ കരഞ്ഞെങ്കിലും എന്നർത്ഥമുള്ള ഇന്ന കാര്യമാണെങ്കിലും എന്നുള്ള അർത്ഥമുള്ള വേർഡ് ഏതാണ്? ഓൾദോയാണ്. സോ ഇങ്ങനെയും ചോദ്യം ചോദിക്കാം. നോക്കിക്കേ, ആനുവൽ എക്സാം 2022 നിന്ന് നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാനുള്ള ചാപ്റ്റർ ഏതാണ്? ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ്ങിൽ നിന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. നോക്കാം. അൺഫോർച്ചുനേറ്റ്ലി സ്റ്റീഫൻ വാസ് ഇൽ അറ്റ് ദ ടൈം ഓഫ് ദ സ്കോളർഷിപ്പ്. അൺഫോർച്ചുനേറ്റ്ലി സ്റ്റീഫൻ വാസ് ഇൽ അറ്റ് ദ ടൈം ഓഫ് ദി സ്കോളർഷിപ്പ് എക്സാമിനേഷൻ ഫോർ വെസ്റ്റ്മിനിസ്റ്റർ. നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായി. ഇനിയോ, ഡാഷ് ഹി അറ്റൻഡഡ് ലോക്കൽ സെയിൻറ്റ് ആൽബൻ സ്കൂൾ. നിർഭാഗ്യവശാൽ വെസ്റ്റ്മിനിസ്റ്ററിലേക്കുള്ള സ്കോളർഷിപ്പ് എക്സാമിൻ്റെ സമയത്ത് സ്റ്റീഫൻ ഹോക്കിങ്ങിന് അസുഖമായിരുന്നു. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? സെയിൻറ്റ് ആൽബൻസിലെ ലോക്കൽ സ്കൂൾ, നാട്ടിലെ സ്കൂൾ തന്നെ അറ്റൻഡ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട്, അതർവൈസ് ആണോ? അല്ല. ദെർഫോർ ആണോ? ഓൺ ദ കോൺട്രി ആണോ? ദെർഫോർ ആണ്. അതുകൊണ്ട്. സോ ഒരു മാർക്ക് കിട്ടി. ഇതൊക്കെ നമുക്ക് എളുപ്പമാണ്, നമ്മൾ ലോജിക്കലി ആലോചിച്ചാൽ മതി. ദെർഫോർ. അടുത്തത്, ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് ആർ ചീപ്പർ ആൻഡ് മോർ റിലയബിൾ ദാൻ ലാപ്ടോപ്സ്. ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് ലാപ്ടോപ്പിനേക്കാൾ ചീപ്പറും, വില കുറഞ്ഞതും, ലാപ്ടോപ്പിനേക്കാൾ റിലയബിളുമാണ്. നിങ്ങൾക്ക് കൂടുതൽ ട്രസ്റ്റ് ചെയ്യാൻ, വിശ്വസിക്കാൻ പറ്റുന്നതാണ്, പെട്ടെന്ന് അടിച്ചു പോയില്ല. ഡാഷ് ദേ ലാസ്റ്റ് ലോങ്ങർ. മാത്രമല്ല, ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് കുറച്ചുകൂടെ കാലം നിൽക്കും. അപ്പം മാത്രമല്ല, വേറാസ് ഫർദർമോർ ഓൾട്ടർനേറ്റീവ്ലി ഏതാ വരിക? ഫർദർമോർ, ഇതുകൂടാതെ എന്നുള്ള അർത്ഥത്തിലാണ്. സോ ഇതിൻ്റെ ആൻസർ എന്താണ്? ഫർദർമോർ. സോ ഇതുപോലെയുള്ള ചോദ്യങ്ങളും നിങ്ങളുടെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈ പറഞ്ഞ കാര്യമൊക്കെ ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി എന്താണ് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് വരേണ്ടത് എന്നുകൂടെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും ഈ ക്വസ്റ്റ്യൻ ആൻസർ A, B ഒന്നുകൂടെ എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ബോക്സിൽ ആൻസർ ആയിട്ട് രേഖപ്പെടുത്തുക. So this is Nasser Faruddin, നിങ്ങളുടെ സ്വന്തം നാച്ചു സാർ, signing off from Xylem Learning. I'll see you with yet another interesting as well as informative video. Until then, goodbye. I love you all. Thank you.